വളരെ രസകരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോയുടെ തുടക്കം മുൻ DGPയും ഇപ്പോഴത്തെ BJP നേതാവുമായ R. ശ്രീലേഖയുടെ ഒരു ദിവസം കൊണ്ട് 1 മില്യണിൽ അധികം ആളുകൾ കണ്ട ഒരു ചെറിയ വീഡിയോയിലൂടെ ആവാം. 10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണ് ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. ശ്രീലേഖ തന്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഇട്ട ഈ ചെറിയ കഥ, മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്ന ചെറിയ കഥ, ഒരു ദിവസം തികയുന്നതിന് മുൻപ് കണ്ടത് 1 മില്യണിൽ അധികം ആളുകളാണ്. BJPയിൽ ചേർന്ന് തിരുവനന്തപുരം മേയറാകും എന്ന് കണക്കാക്കപ്പെട്ട R. ശ്രീലേഖയെ വരിഞ്ഞു മുറുക്കാൻ, അപമാനിക്കാൻ ഇവിടുത്തെ CPMകാരും മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് ചേരുമ്പോൾ അവർ കൊടുക്കുന്ന ഏറ്റവും നല്ല മറുപടി തന്നെയാണ് ഈ കുത്തിത്തിരിപ്പിന്റെ കഥ. ഇനി നമ്മൾ പോവേണ്ടത് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഗംഭീര വാചകത്തിലേക്കാണ്. ഈ ഈദിക്കാരോ അഹങ്കാരോ ഒന്നും ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്? അതൊന്നും പിന്നെ ആ ഭീഷണി വിരട്ടൊന്നും വില പോകുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിന്റെ DGP വിചാരിച്ചാൽ നടക്കില്ല, പിന്നെയാണോ ഒരു കൗൺസിലർ വിചാരിച്ചാൽ ഇറക്കി വിടുന്നത് എന്നായിരുന്നു ചോദ്യം. ഇതേ നിലപാട് തന്നെയായിരുന്നു വിവാദത്തിലെ നായകനായ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിൻ്റെയും. ഒന്നിലധികം തവണ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതി, നിങ്ങൾ വിചാരിച്ചാൽ ഇറക്കി വിടാൻ കഴിയുന്ന ആളല്ല താനെന്ന്. കോർപ്പറേഷന് വാടക കൊടുത്ത് താമസിക്കുന്നതാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. മാർച്ച് വരെ എന്തായാലും വാടക കൊടുത്തു, മാർച്ച് വരെ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല, മാർച്ച് ആകുമ്പോൾ നോക്കാം ഇറക്കി വിടുമോ എന്നായിരുന്നു പ്രസക്തമായ ചോദ്യം. അതിനർത്ഥം മാർച്ച് ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, പിന്നെ മാറ്റം സാധ്യമാവില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം വെറും ഗീർവാണമായി പോയി. ശ്രീലേഖയോടും കോർപ്പറേഷനോടും കടിപിടി കൂടി വിജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്ന് പ്രശാന്ത് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു, താൻ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ ഓഫീസ് ഒഴിയുകയാണ്, തൊട്ടടുത്ത ടൗണിൽ പുതിയ ഓഫീസ് എടുക്കുന്നു എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇറങ്ങിപ്പോവില്ല എന്ന് വാശി പിടിച്ചിരുന്ന VK പ്രശാന്ത്, ഇറങ്ങിപ്പോവരുതേ എന്ന് പറഞ്ഞ് പിന്തുണ കൊടുത്തിരുന്ന മന്ത്രി ശിവൻകുട്ടി, ഇവരൊക്കെ നിലപാട് തിരുത്താൻ കാരണമെന്താണ്? കാരണം അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ടത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലമാണ്. ഇങ്ങനൊരു വിവാദം ഉണ്ടായത് തന്നെ മൈലേജ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അതായത് മുൻ DGP രാഷ്ട്രീയമറിയാതെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അവരെ പദവിയിൽ എത്തിയ ഉടൻ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ MLA ഇറക്കി വിട്ടു. അവർ DGP ആണെന്നാണ് ധാരണ, വെറും കൗൺസിലറാണ് എന്ന് അവർ മറന്നുപോയി. ഇത്തരത്തിൽ BJP വിരുദ്ധ, ശ്രീലേഖ വിരുദ്ധ ഒരു വികാരമുണ്ടാക്കാനായിരുന്നു ഈ നാടകം അവർ ഒപ്പിച്ചത്. എന്നാൽ അത് 8 നിലയിൽ പൊട്ടിപ്പോയി. കാരണം ശ്രീലേഖ വെല്ലുവിളിച്ചു. CPM നേതാവ് എന്ന നിലയിൽ പ്രശാന്തിന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റെക്കോർഡിംഗ് പുറത്തുവിടണം. താനും പ്രശാന്തും തമ്മിലുള്ള സംഭാഷണം ലോകമറിയട്ടെ. പക്ഷെ പ്രശാന്തിനെ വിടാൻ കഴിയുമായിരുന്നില്ല. കാരണം പ്രശാന്ത് പറഞ്ഞതുപോലെ ആയിരുന്നില്ല സംഭവത്തിന് തുടക്കം. ഇരിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് MLAക്ക് MLA ഹോസ്റ്റലിൽ വിശാലമായ 2 മുറികൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് മാറിത്തരാമോ, തനിക്കിരിക്കാൻ ഇടമില്ല എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അതിനെയാണ് വക്രീകരിച്ച് അങ്ങനെയല്ല ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ പ്രശാന്ത് മാറ്റിയത്. സഖാക്കൾക്ക് വക്രീകരിക്കൽ ഒരു ശീലമാണ്. ആദ്യമല്ല അവരിത്തരം വക്രീകരിക്കൽ ചെയ്യുന്നത്. അവർക്ക് അനുകൂലമായി ഏത് വിഷയത്തെ മാറ്റാൻ അവർ മിടുക്കരാണ്. എന്നാൽ അതിപ്പോൾ പാളുന്നു, പലരും സത്യം തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഇത് മാറുന്നു. മാത്രമല്ല ഇത് തിരിച്ചടിയായി മാറുന്നു. ഇതിനു മുൻപ് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ് സമാനമായ സാഹചര്യത്തിൽ പണി ചോദിച്ചു വാങ്ങിയത്. യദു ഓടിച്ചിരുന്ന KSRTC ബസ് തടഞ്ഞത് മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. KSRTC ബസ്സിനെ ധീരമായൊരു വീട്ടമ്മ നേരിട്ടാൽ സ്വാഭാവികമായും
കയ്യടിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ സംഭവിച്ചതോ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വെളിയിലിറങ്ങാൻ പോലും പാർട്ടി അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അരനൂറ്റാണ്ട് CPM കൈവരിച്ചിരുന്ന കോർപ്പറേഷൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് തുല്യമായ ഒരു തിരിച്ചടിയായി പോയി പ്രശാന്തിനും സംഭവിച്ചത്. മൈലേജ് കിട്ടും എന്നോർത്ത് ഇറങ്ങിപ്പുറപ്പെട്ട യുദ്ധത്തിൽ അടിമുടി നാറിപ്പോയി. CPM MLA ആയ പ്രശാന്ത് 872 രൂപ മാത്രം വാടക കൊടുത്ത് കോർപ്പറേഷനെ കബളിപ്പിക്കുന്നതിന്റെ കണക്ക് പുറത്തു വന്നു. അതേസമയം MLAക്ക് 25,000 രൂപ കോൺസ്റ്റിറ്റ്യൂഷൻ അലവൻസ് ഉണ്ടെന്നും കൂടാതെ സൗജന്യമായി MLA ഹോസ്റ്റലിൽ 2 മുറികളുണ്ടെന്നും ഒക്കെ ജനം അറിഞ്ഞു. എന്നിട്ട് കോർപ്പറേഷന് നല്ല വരുമാനം കിട്ടാൻ സാധ്യതയുള്ളൊരു മുറി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞു. ആ നാണക്കേടിൽ നിന്നും തലയുരുന്നതിന് മുമ്പ് ശ്രീലേഖ ഒരു പണിയൊപ്പിച്ചു. ശ്രീലേഖ അതിന് പിന്നിൽ അനുവദിച്ചിരിക്കുന്ന ഓഫീസിലേക്ക് തൻ്റെ ഓഫീസ് പറിച്ചു നട്ടു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ ഓഫീസിലേക്ക് കയറണമെങ്കിൽ VK പ്രശാന്തിൻ്റെ ഓഫീസിലൂടെ കയറണം. VK പ്രശാന്തിൻ്റെ ഓഫീസിന് മുമ്പിൽ ബോർഡും വെച്ച് ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചു. പ്രശാന്തിനെ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ശ്രീലേഖയെ കാണാൻ വരാൻ തുടങ്ങിയതോടെ പ്രശാന്തിൻ്റെ ഓഫീസിലെ റിസപ്ഷൻ ഡെസ്കിൻ്റെ പ്രധാന പണി ശ്രീലേഖയുടെ ഓഫീസിലേക്ക് ആളെ കൊണ്ടുപോകലായി. എന്ന് വെച്ചാൽ ആദ്യം വരുന്ന സകലരും കയറുന്നത് പ്രശാന്തിൻ്റെ ഓഫീസിലാണ്. പ്രശാന്തിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് സ്വസ്ഥമായി അവരുടെ പണി ചെയ്യാൻ പോലും കഴിയില്ല. ജനങ്ങൾ ശ്രീലേഖയെ കാണാൻ വരുന്നു. അവർ വഴി കാണിച്ചു കൊടുക്കണം ശ്രീലേഖയുടെ ഓഫീസിലേക്കുള്ളത്. ഇതോടുകൂടി BJPക്കാർ കയറി ഇറങ്ങുന്ന ഒരു ഓഫീസായി പ്രശാന്തിൻ്റെ ഓഫീസ് മാറി. ഇതിൽ കൂടുതൽ എന്ത് പൊറുതിമുട്ടാനാണ്? സഹികെട്ട് പ്രശാന്ത് ഓഫീസ് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ശ്രീലേഖയെ വെല്ലുവിളിക്കാൻ ഇറങ്ങി സ്വയം പണി വാങ്ങിയ അവസ്ഥയിലായി VK പ്രശാന്ത്.